ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉദയം വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് പത്മയോട് ഉദയം പറയാൻ ഒരുങ്ങാണ്. അപ്പോൾ ഉദയം പറയുകയാണ്, ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം എല്ലാവരും ഉള്ളപ്പോഴാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് എല്ലാവരെയും വിളിക്കണം. സൂര്യയെയും യതീന്ദ്രനെയും ഇന്ദ്രജിയെയും വേദയെയും വിജയനെയും വിളിക്കാൻ പറയാണ്. അങ്ങനെ എല്ലാവരും കൂടി അവിടേക്ക് വരികയാണ്. എന്നിട്ട് എന്തിനാണ് ഞങ്ങളെ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഉദയം പറയുകയാണ്, ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത് പത്മ, എൻ്റെ മോൻ രഞ്ജിത്തിൻ്റെ ജാതകം ഈയിടെയാണ് ഒരു വലിയ ജ്യോത്സ്യരെ കാണിച്ചത്. അവനിപ്പോൾ കല്യാണ യോഗത്തിൻ്റെ സമയമാണെന്നാണ് പറഞ്ഞത്. വൈകിക്കൂടാ, എത്രയും പെട്ടെന്ന് കല്യാണം നടത്താൻ നിങ്ങൾ ശ്രമിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് കല്യാണം നടക്കാൻ ഒരുപാട് വർഷമെടുക്കുമെന്നാണ് ജ്യോത്സ്യർ പറഞ്ഞത്. അത് കേട്ടപ്പോൾ സൂര്യ പറയാണ്, അങ്കിൾ എന്താ ഈ പറയുന്നത്? ഇപ്പോഴും ജാതകവും ജ്യോത്സ്യർ എങ്കിൽ ഇതിലൊക്കെ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? അത് പിന്നെ സൂര്യ ജനിച്ചപ്പോഴേ തലയിൽ കയറിയതാണ്. ഇനി അതിലുള്ള വിശ്വാസമൊന്നും മാറ്റിവെക്കാൻ കഴിയില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഇവിടേക്ക് വരാൻ കാരണം തന്നെ ഈ ജ്യോത്സ്യരാണ്. എനിക്ക് ഈ ജ്യോത്സ്യരിൽ കൂടുതൽ വിശ്വാസം വരാൻ കാരണം ഞാനും നിന്റെ അമ്മയും പിരിഞ്ഞിരിക്കുന്നതിനെ കുറിച്ചും 20 വർഷത്തോളമായി എൻ്റെ പെങ്ങളുമായി അകന്നു നിൽക്കുകയാണെന്നൊക്കെ കൃത്യമായിട്ട് ഈ ജ്യോത്സ്യർ പറഞ്ഞു. അതും പോരാഞ്ഞ് ഞാനും പത്മയും തമ്മിലുണ്ടായ പ്രശ്നത്തെക്കുറിച്ചും എന്തിനാണ് ഞങ്ങൾ അകന്നു നിന്നത് എന്നുള്ളതൊക്കെ കൃത്യമായി ഈ ജ്യോത്സ്യർ പറഞ്ഞു. അപ്പോൾ എനിക്കിതിൽ കൂടുതൽ വിശ്വാസമായി. അപ്പോഴാണ് ജ്യോത്സ്യർ പറഞ്ഞത്, രഞ്ജിത്തിന് 3 മാസത്തിനുള്ളിൽ കല്യാണം നടത്തിയില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ രഞ്ജിത്തിന് കല്യാണമേ നടക്കില്ല എന്നാണ് പറഞ്ഞത്. അത് കേട്ടപ്പോൾ പത്മ പറയണ, ഏട്ടൻ എന്താ ഈ പറയുന്നത്? 3 മാസത്തിൻ്റെ ഉള്ളിൽ കല്യാണം നടക്കണം എന്നുള്ളതോ? എന്നിട്ട് എന്താ നിങ്ങൾ ഇതുവരെയും ഒരു പെൺകുട്ടിയെ അന്വേഷിക്കാത്തത്? അപ്പോൾ വന്ദന പറയണ, ഞങ്ങൾ അന്വേഷിച്ചു. ഞങ്ങളുടെ പരിചയത്തിലുള്ള അമേരിക്കയിലുള്ള മലയാളി ഫാമിലിയെ തന്നെ അവരുടെ കുട്ടിയെ അന്വേഷിക്കാൻ ഒരുങ്ങിയതാണ്. പക്ഷേ രഞ്ജിത്താണ് അത് തടസ്സം പറഞ്ഞത്. അവനാണ് പറഞ്ഞത് നമ്മുടെ നാട്ടിലുള്ള പെൺകുട്ടിയെ നോക്കിയാൽ മതിയെന്ന്. അപ്പോൾ യതീന്ദ്ര പറയണ, അത് ശരിയാണ്. എന്നാൽ ഇന്നു മുതൽ നമ്മൾ രഞ്ജിത്തിന് വേണ്ടി നല്ലൊരു പെൺകുട്ടിയെ നമ്മൾ കണ്ടുപിടിക്കാൻ ഒരുങ്ങും എന്ന് പറഞ്ഞപ്പോൾ ഉദയം പറയണേ, എന്തിനാണ് അളിയ കയ്യിൽ പെൺകുട്ടിയെ വെച്ചിട്ട് നമ്മൾ എന്തിനാണ് പുറത്തു നിന്ന് അന്വേഷിക്കണം? അപ്പോൾ സൂര്യ പറയണ, എന്ത് മനസ്സിലായില്ലല്ലോ, അങ്കിൾ എന്താ ഉദ്ദേശിച്ചത്? അപ്പോൾ ഉദയം പറയണ, രഞ്ജിത്താണ് എന്നോട് പറഞ്ഞത് നമുക്ക് വേദയെ ഒന്ന് അന്വേഷിച്ചാലോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നേണ്ട കാര്യമാണ് രഞ്ജിത്ത് എന്നോട് പറഞ്ഞത്. ആദ്യം എനിക്കല്ലേ തോന്നേണ്ടിയിരുന്നത്, പക്ഷേ ഞാനത് ചിന്തിച്ചത് പോലുമില്ല. അവനാണ് എന്നോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. അങ്ങനെ രഞ്ജിത്ത് വേദയെ അന്വേഷിക്കുന്നു എന്നുള്ള കാര്യം കേട്ടതോടുകൂടി പത്മയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. പക്ഷേ സൂര്യയ്ക്ക് അത് അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. വേദയുടെ മുഖം ഒരു സന്തോഷമില്ലാത്ത പോലെയാണ്. പക്ഷേ ഇന്ദ്രജയ്ക്ക് നല്ല സന്തോഷമാവുകയാണ്. ഉദയം പറയണ, ഞങ്ങൾ എന്തായാലും ഇപ്പം തന്നെ തിരിച്ചു പോകുന്നില്ല. ഒരു 3 മാസത്തോളം ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. എന്നിട്ട് ഈ രഞ്ജിത്തിൻ്റെയും വേദയുടെയും വിവാഹം കഴിഞ്ഞ ശേഷമാണ് ഞങ്ങളുടെ മരുമകളുടെ കയ്യും പിടിച്ച് ഞങ്ങൾ US പോകാൻ പോകുന്നത്. അത് കേട്ടപ്പോൾ പത്മ ഒരുപാട് സന്തോഷിക്കുകയാണ്. അല്ല പത്മ, നീ എന്താ ഒന്നും പറയാതിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പത്മ പറയണേ, എന്താ ഏട്ടാ ഞാനിനി പറയേണ്ടത്? ഏട്ടൻ്റെ മകൾ ഇവിടെ വന്ന് താമസിക്കുന്നതിലും എൻ്റെ മകൾ ഏട്ടൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുന്നതിലും എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. എന്നിട്ട് യതീന്ദ്രനോട് ചോദിക്കുകയാണ്, അല്ല നിങ്ങളുടെ അഭിപ്രായം എന്താ എന്ന് ചോദിക്കുമ്പോൾ യതീന്ദ്രൻ പറയണം, അത് പിന്നെ പത്മ ഇപ്പോൾ തന്നെ വേദയുടെ വിവാഹം നടത്തണം. അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അവളുടെ പഠിപ്പൊക്കെ പൂർത്തിയാവട്ടെ, എന്നിട്ട് പോരെ വിവാഹത്തെക്കുറിച്ചൊക്കെ ആലോചിക്കൽ. അപ്പോൾ പത്മ പറയണം, എന്ത് പഠിപ്പ്? ഇനി എന്ത് പഠിക്കാനാണുള്ളത്? അവളിപ്പോൾ ഫസ്റ്റ് ഇയർ ഒന്നുമല്ലല്ലോ പഠിക്കുന്നത്, ഇപ്പോൾ ലാസ്റ്റ് ഇയർ ആയില്ലേ. ഇനിയിപ്പോൾ ലാസ്റ്റ് സെമസ്റ്ററാണ് വരാൻ പോകുന്നത്. ഇനിയിപ്പോൾ കല്യാണത്തിൻ്റെ മുന്നേ അപ്പോഴത്തേക്കും അവളുടെ ആ എക്സാം ഒക്കെ കഴിയും. അത് കേട്ടപ്പോൾ സൂര്യ പറയണ, എന്താ അച്ഛ ഈ പറയുന്നത്? അവൾക്ക് എന്താ ഇനി PG ഒന്നും പഠിക്കണ്ടേ, മാനേജ്മെൻറ്റും ഒക്കെ നോക്കേണ്ടേ? അപ്പോൾ സൂര്യ പറഞ്ഞത് കേട്ടപ്പോൾ പത്മയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ പത്മ പറയണ, അതൊന്നും പഠിക്കേണ്ട ഒരു ആവശ്യവുമില്ല ഏട്ടാ, നമുക്ക് കല്യാണം നടത്താനുള്ള കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തുടങ്ങാമെന്ന് പറഞ്ഞപ്പോൾ സൂര്യ പറയണേ, എന്താ അമ്മ ഈ പറയുന്നത്? നമ്മൾ 2 കുടുംബങ്ങളും തമ്മിൽ ഒരുപാട് വർഷത്തോളമായി കണ്ടിട്ടും സംസാരിച്ചിട്ടും കൂടുതലൊന്നും ഇവരെക്കുറിച്ചും അറിയില്ല, ഇവർക്ക് നമ്മളെക്കുറിച്ചും അറിയില്ല. പെട്ടെന്ന് വന്ന് നിങ്ങളുടെ പെണ്ണിനെ വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? കല്യാണം എന്ന് പറഞ്ഞാൽ എന്താ സാധാരണ വിഷയമാണോ? ജീവിതകാലം മുഴുവനും ഒരുമിച്ച് പോവേണ്ട ബന്ധമാണ്. അതുകൊണ്ട് ആലോചിച്ച് വേണം ഈ കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കാൻ. അപ്പോൾ സൂര്യയുടെ ആ ഒരു പക്വത നിറഞ്ഞ സംസാരം കേട്ടപ്പോൾ യതീന്ദ്രന് ഒരുപാട് സന്തോഷമാവാണ്. കേട്ടപ്പോൾ പത്മ പറയണേ, എന്ത് ആലോചിക്കാനാണുള്ളത്? നീ ഇപ്പോൾ പറഞ്ഞല്ലോ ആലോചിക്കണം, എന്നിട്ട് എല്ലാം
തീരുമാനിക്കണമെന്നൊക്കെ. ഇതൊക്കെ നോക്കിയിട്ടാണോ നീ കല്യാണം കഴിച്ചത്? ഒന്നും നോക്കാതെ ഏതോ ഒരുത്തിയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിട്ട് ഇപ്പോൾ കൂടുതൽ സംസാരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഹരിതയ്ക്ക് സന്തോഷമായിട്ട് ഒരു പരിഹാസത്തോടു കൂടിയാണ് കേട്ടോ സൂര്യയെ ഒന്ന് പുച്ഛഭാവത്തോടെയാണ് നോക്കുന്നത്. പത്മ പറയണേ, നീ കൂടുതൽ സംസാരിക്കേണ്ട, അതിനുള്ള ഒരു അർഹതയും നിനക്കില്ല എന്ന് പറഞ്ഞപ്പോൾ സൂര്യ പറയണേ, അച്ഛാ ഇവരോട് കൂടുതൽ സംസാരിക്കേണ്ട എന്ന് പറഞ്ഞേക്ക്. എൻ്റെ കല്യാണവും വേദയുടെ കല്യാണവും തമ്മിൽ കൂട്ടിക്കെട്ടണ്ട. ആദ്യം എൻ്റെ കല്യാണത്തെക്കുറിച്ച് വിട്ടേക്ക്. വേദ എൻ്റെ കല്യാണം പോലെയല്ല വേദയുടെ കല്യാണം എന്നുള്ളത് ഇവർ ആദ്യം മനസ്സിലാക്കിക്കോട്ടെ. ഒരു അനുഭവം തന്നെ നമുക്കുണ്ടല്ലോ. ദാ നിൽക്കുന്നു ഇന്ദ്രജ, സ്വന്തക്കാരുടെ വീട്ടിലെ പയ്യനാണെന്നും പറഞ്ഞല്ലേ ഇവരുടെ തമ്മിലെ കല്യാണം നടത്തിയത്. ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് വിജയൻ അങ്ങ് പതറുകയാണ് കേട്ടോ. എന്നിട്ട് വിജയം മനസ്സിൽ ചിന്തിക്കുകയാണ്, ഈ സൂര്യനാളി എന്തിനാണ് എന്നെക്കുറിച്ച് ഇപ്പോൾ ഇവിടെ പറയുന്നത്? അമേരിക്കയിൽ നിന്ന് വന്നവരുടെ മുന്നിൽ വെച്ച് എന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ എങ്ങനെയെങ്കിലും ഈ വിവാഹം നടന്നു കഴിഞ്ഞാൽ അമേരിക്ക ഒന്ന് പോയി കാണാമെന്ന് കരുതിയതായിരുന്നു. വെറുതെ മിണ്ടാതിരുന്നാൽ പോരെ ഈ അളിയനെ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് കേട്ടോ വിജയൻ ഇരിക്കുന്നത്. അപ്പോൾ ഇന്ദ്രജ പറയാണ്, സൂര്യ നീ വെറുതെ ഞങ്ങളെ കാര്യത്തെക്കുറിച്ച് ഇവിടെ സംസാരിക്കേണ്ടതില്ല. ഞാനൊന്നും കൂടുതൽ പറയുന്നില്ല. പക്ഷേ എൻ്റെ കല്യാണക്കാര്യവും പറഞ്ഞ് അതിനെക്കുറിച്ച് പറഞ്ഞ് വെറുതെ വേദയുടെ കല്യാണം പെട്ടെന്ന് നടത്താമെന്ന് നിങ്ങൾ കരുതണ്ട. നിങ്ങൾ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ എന്നാലും വേദ എൻ്റെ അനിയത്തിയാണ്. അതുകൊണ്ട് പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ ഞാൻ എന്തായാലും സമ്മതിക്കില്ല. അപ്പോൾ ഉദയം പറയണം, അത് പിന്നെ സൂര്യ അങ്കിൾ ഒന്നും ഉണ്ടായിട്ട് പറഞ്ഞതല്ല. ആരെയും കുറച്ച് പറയാനോ ആരെയും അപമാനപ്പെടുത്താനോ ഒന്നുമല്ല ഞാനിപ്പോൾ ഈ പറയുന്നത്. നമ്മൾ എല്ലാ കാര്യങ്ങളും ഒന്ന് ആലോചിച്ച് തീരുമാനിക്കണം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പത്മ പറയണേ, എന്താ നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ട് മിണ്ടാതിരിക്കുന്നത്? എൻ്റെ ഏട്ടൻ്റെ മകനാണ് രഞ്ജിത്ത്. ഇതിനേക്കാളും നല്ലൊരു ബന്ധം ഇനി വേദയ്ക്ക് എവിടെ നിന്നും കിട്ടാനാണ്? അപ്പോൾ യതീന്ദ്രൻ പറയണ, അത് പിന്നെ സൂര്യ നീ പറയുന്നതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ സൂര്യ എന്ന് പറഞ്ഞപ്പോൾ അച്ഛാ ആദ്യം ഞാൻ പറയുന്നതൊന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. നിങ്ങളാരും അത് മനസ്സിലാക്കുന്നില്ല. പെട്ടെന്നൊരു ദിവസം വന്ന് വേദയെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? എനിക്ക് രഞ്ജിത്തിനെ കുറിച്ച് ചില കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനുണ്ട്. സംഭവം ശരി തന്നെയാണ്, രഞ്ജിത്ത് നമ്മുടെ കസിൻ തന്നെയാണ്. ആ ഒരു യോഗ്യത മാത്രം പോരല്ലോ, രഞ്ജിത്തിനെ കുറിച്ചും അറിയണം. അതുപോലെ രഞ്ജിത്തിന് വേദയെക്കുറിച്ചും അറിയണ്ടേ? പത്മ കൈയടിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് സൂര്യയോട് പറയണ, ആരാണ് ഇപ്പോൾ ഈ പറയുന്നത്? എൻ്റെ മകൻ തന്നെയാണോ? ആദ്യം നീ നിൻ്റെ തലവരെ മാറ്റിയതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. ഏതോ ഒരുത്തിയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് സ്വന്തം ജീവിതം തന്നെ നശിപ്പിച്ചവനാണ്. അപ്പോൾ രഞ്ജിത്ത് പറയണ, ആൻറ്റി ആദ്യം ഒന്ന് മനസ്സിലാക്കുക. സൂര്യ പറഞ്ഞതിലും കാര്യമുണ്ട്. സൂര്യ പറഞ്ഞത് ഒരു തെറ്റുമില്ല. പെട്ടെന്ന് വന്ന് വേദയെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ. എന്നെക്കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ലല്ലോ. ഇത്രയും കാലം എന്നെക്കുറിച്ച് ഒന്നും അറിയാതെ ഞാൻ എന്താണ് ഏതാണ് എവിടെയാണ് എന്നൊന്നും അറിയാതെയല്ലേ നിങ്ങളുണ്ടായിരുന്നത്? ഇവിടെ US-ലുണ്ടായിരുന്ന ഞാൻ പെട്ടെന്ന് ഇവിടെ വന്ന് വേദയെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. അത് സൂര്യ പറഞ്ഞതിൽ ന്യായമുണ്ട്. രഞ്ജിത്തിൻ്റെ ആ വിനയവും സംസാരമൊക്കെ കാണുമ്പോൾ പത്മയ്ക്ക് ഒരുപാട് സന്തോഷമാവട്ടെ. അപ്പോൾ പത്മ പറയണേ, രഞ്ജിത്ത് നീ എന്തിനാണ് കൂടുതൽ പറയുന്നത്? നീ എൻ്റെ ഏട്ടൻ്റെ മോനാണ്. അത് തന്നെയാണ് നിനക്കുള്ള യോഗ്യത. ആ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ സൂര്യ പറഞ്ഞതിലും കാര്യമുണ്ട്. എൻ്റെ സ്വഭാവം എന്താണെന്നുള്ളതും എൻ്റെ ശീലങ്ങൾ എന്താണെന്നുള്ളതും ഒക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടതല്ലേ? ഇതുവരെ നിങ്ങൾക്ക് എന്നെക്കുറിച്ച് ഒന്നും അറിയില്ല. പെട്ടെന്ന് വന്ന് വേദയെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞതിൽ ഞങ്ങളുടെ ഭാഗത്തുമുണ്ട് തെറ്റ്. ഞങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചും ഞങ്ങളെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കും ഇതുവരെ ഒന്നും അറിയില്ല. അപ്പോൾ അതൊക്കെ സൂര്യ പറഞ്ഞതിലൊരു കാര്യമുണ്ട്. അപ്പോൾ പത്മ പറയണേ, നീ എന്തിനാണ് രഞ്ജിത്ത് വെറുതെ സൂര്യയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്? എനിക്ക് എൻ്റെ ഏട്ടൻ തന്നെയാണ് ഗ്യാരണ്ടി. എൻ്റെ ഏട്ടൻ എന്നെക്കുറിച്ച് പറഞ്ഞല്ലോ. ഇതിൽ കൂടുതൽ ഇനി എനിക്ക് എന്തറിയാനാണോ? ഇതിൽ നിന്നും ഏതോ ഒരുത്തിയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന അവനങ്ങനെ പലതും പറയും. അവൻ എൻ്റെ മകളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കണ്ട. അതിനുള്ള ഒരു അധികാരവും അവനില്ല. നീ നിൻ്റെ കാര്യം നോക്കി മിണ്ടാതിരുന്നാൽ മതി. അപ്പോൾ ഉദയം പറയണ, അല്ല പത്മ, സൂര്യ പറയുന്നതിലും കാര്യമുണ്ട്. ഏട്ടാ, ഇക്കാര്യത്തിൽ ഞാൻ തീരുമാനിക്കുന്നത് തന്നെയാണ്. എൻ്റെ മകൾ വേദയും തീരുമാനമെടുക്കും. ഞാൻ എന്തു പറയുന്നു അവൾ അത് അനുസരിക്കും. അതുകൊണ്ട് ഇനി കൂടുതലൊന്നും സംസാരിക്കേണ്ട. നമുക്ക് കല്യാണം നടത്തുന്നതിനെക്കുറിച്ച് എത്രയും പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാം. അപ്പോൾ സൂര്യ പറയണ, അച്ഛാ എപ്പോഴത്തെയും പോലെ അച്ഛൻ്റെ ഭാര്യ ഇക്കാര്യത്തിലും വെറുതെ തിടുക്കം കൂട്ടുകയാണ്. വേദയുടെയല്ലേ കല്യാണം? വേദയോട് പോലും ഒന്ന് ചോദിക്കാതെയാണ് ഇപ്പോൾ നിങ്ങളുടെ ഭാര്യ ഈ തീരുമാനമെടുക്കാൻ പോകുന്നത്. അപ്പോൾ യതീന്ദ്രൻ പറഞ്ഞു, അത് ശരിയാണ്. വേദയോട് നമ്മളൊരു വാക്ക് പോലും ചോദിച്ചില്ല. വേദയുടെ സമ്മതം വേണമല്ലോ. വേദയോട് ചോദിക്കുകയാണ്, അല്ല മോളെ, നിനക്ക് രഞ്ജിത്തിനെ വിവാഹം കഴിക്കാൻ സമ്മതമാണോ? അതോ ഇനിയും നിനക്ക് പഠിക്കുകയാണോ വേണ്ടത്? ഇപ്പോൾ കല്യാണം വേണോ? എന്താണെങ്കിലും നീ തുറന്നു പറഞ്ഞു. അപ്പോൾ വേദ പറയണ, ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും തീരുമാനമെടുക്കാനുള്ള
എല്ലാ അധികാരവും അവകാശവും എൻ്റെ അമ്മയ്ക്കാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ അമ്മ എന്ത് തീരുമാനിക്കുന്നതോ അതാണ് എൻ്റെയും തീരുമാനം. അല്ലാതെ മറ്റുള്ളവരൊന്നും പറയുന്നത് ഞാൻ കേൾക്കാനും പോകുന്നില്ല എന്ന് പറയട്ടോ. സൂര്യ അർത്ഥം വെച്ചുകൊണ്ടാണ് വേദ അങ്ങനെ പറയുന്നത്. ഉദയനോട് പത്മ രണ്ടുപേരുടെയും വിവാഹം നടത്താനുള്ള കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് നമുക്ക് നടത്താം എന്നൊക്കെ പറഞ്ഞ് തീരുമാനമെടുക്കുക കേട്ടോ. അപ്പോൾ സൂര്യ പറയാണ്, നിങ്ങൾ എന്ത് തീരുമാനിച്ചാലും ശരി, ഞാൻ രഞ്ജിത്തിനെ കുറിച്ച് അന്വേഷിക്കും. രഞ്ജിത്തിൻ്റെ സ്വഭാവം എന്താണെന്നുള്ളതും രഞ്ജിത്ത് എന്താണ് എന്നുള്ളതൊക്കെ അന്വേഷിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാണ് കേട്ടോ സൂര്യ എണീറ്റ് പോകുന്നത്. പിന്നെ സൂര്യ റൂമിൽ ചെന്ന ശേഷം ഇനിയിപ്പോൾ ഇക്കാര്യം നന്ദിനിയോട് പറയാം. വേദയുടെയും രഞ്ജിത്തിൻ്റെയും വിവാഹം നടത്താനാണ് പത്മ മേഡം തീരുമാനിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോൾ നന്ദിനി പറയണ, അത് നല്ല കാര്യം തന്നെയല്ലേ. നല്ല കാര്യം എന്തറിഞ്ഞിട്ടാണ് നന്ദിനി ഈ പറയുന്നത്? അവരിവിടേക്ക് വന്നതിൻ്റെ ഉദ്ദേശം ഇതാണെന്നുള്ളത് ഇപ്പോഴല്ലേ മനസ്സിലായത്? അല്ല സാർ, നല്ല കാര്യം തന്നെയല്ലേ. പത്മ മേഡത്തിൻ്റെ ഏട്ടൻ്റെ മോനല്ലേ, ആ പയ്യന് നല്ല സ്വഭാവമാണെന്നാണ് എല്ലാവരും പറയുന്നത്. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഇനിയിപ്പോൾ സൂര്യ സാർ വെറുതെ തടസ്സം നിൽക്കുന്നത്? ഞാൻ തടസ്സം നിൽക്കുന്നത് അതുകൊണ്ടല്ല, അവനെ കുറിച്ച് ഇതുവരെ നമുക്കൊന്നും അറിയില്ല. അവൻ്റെ സ്വഭാവം എന്താണെന്നുള്ളത് അന്വേഷിക്കണം. എന്നതിൻ്റെ ശേഷമാണ് ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പാടൂ. അല്ലാതെ പെട്ടെന്നൊരു ദിവസം വന്ന് വേദയെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? അവനെക്കുറിച്ച് കൂടുതൽ അറിയണം. അല്ല, ആ പയ്യന് കള്ളുകുടിയില്ല, സിഗരറ്റ് വലിയില്ല എന്നൊക്കെയല്ലേ പറഞ്ഞത്? അതൊരു നല്ല കാര്യം തന്നെ. അപ്പോൾ നന്ദിനി, കള്ളു കുടിക്കുന്നവരും സിഗരറ്റ് വലിക്കുന്നവരൊക്കെ ചീത്തവരാണെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അങ്ങനെയല്ല. അപ്പോൾ നീ എന്നെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നിനക്ക് എന്നെക്കുറിച്ച് ഒരു അഭിപ്രായം പറയാനുണ്ടല്ലോ. ഞാൻ മദ്യപിക്കുന്നവനുമാണ്, സിഗരറ്റ് വലിക്കുന്നവനുമാണ്. അപ്പോൾ നിനക്ക് എന്നെക്കുറിച്ച് എന്തഭിപ്രായമാണുള്ളത്? മദ്യപിക്കുകയും സിഗരറ്റ് വലിക്കുകയും ചെയ്യുന്നവർ നിൻ്റെ കണ്ണിൽ ചീത്തവരാണെന്നല്ലേ പറയുന്നത്? അപ്പോൾ നിനക്ക് എന്നെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് പറഞ്ഞതോടുകൂടി നന്ദിനി പെട്ടെന്നങ്ങ് പതറുകയാണ് കേട്ടോ. അത് പിന്നെ സൂര്യ സാർ, എൻ്റെ സൂര്യ സാറിന് നല്ല സ്വഭാവമാണ്. ഞാൻ പറയുന്നതിൽ ഒരു തിരുത്തുണ്ട്. മദ്യപിക്കുന്നവരും സിഗരറ്റ് വലിക്കുന്നവരൊക്കെ എല്ലാവരും നല്ലവരല്ല എന്നൊന്നും എനിക്ക് പറയാനില്ല എന്ന് പറഞ്ഞതോടെ, കണ്ടില്ലേ നന്ദിനി, നീ ഇപ്പോൾ അവസരത്തിന് ഏറ്റുമാറ്റി സംസാരിച്ചത് കണ്ടില്ലേ? ഇതുവരെ നീ പറഞ്ഞത് കള്ള് കുടിക്കുന്നവരും സിഗരറ്റ് വലിക്കുന്നവരൊക്കെ കെട്ടവരാണെന്നാണ് പറഞ്ഞത്. എന്നെക്കുറിച്ച് ചോദിച്ചപ്പോൾ നീ അത് തിരുത്തി പറഞ്ഞു. അതുപോലെയാണ് എല്ലാവരും കള്ള് കുടിക്കുന്നവരും സിഗരറ്റ് വലിക്കുന്നവരൊക്കെ ചീത്തവരാണെന്നും മറ്റുള്ളവരൊക്കെ നല്ലവരാണെന്നൊക്കെ നീ കരുതി വെച്ചിരിക്കുന്നത് തെറ്റാണ്. കണ്ടാൽ തന്നെ അറിയാം അവനൊരു കള്ള ലക്ഷണമുണ്ട്. അവനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയണം. അവനെക്കുറിച്ച് ഞാൻ അന്വേഷിക്കുക തന്നെ ചെയ്യും. എനിക്കെന്തോ അവൻ്റെ പെരുമാറ്റത്തിലും അവൻ്റെ വിനയത്തിലും എല്ലാം നല്ല സംശയമുണ്ട്. അവൻ്റെ ഓവർ വിനയം കണ്ടാൽ തന്നെ അറിയാം അവനെന്തോ ഒരു കള്ളത്തരമുണ്ടെന്ന് എന്നൊക്കെ പറയുമ്പോൾ നന്ദിനി പറയണേ, ഒരു സാർ, രഞ്ജിത്ത് സാറിനെ കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നുന്നില്ല, നല്ല പയ്യനായിട്ടാണ് തോന്നുന്നത്. അതിന് നിനക്ക് എല്ലാവരും നല്ലവരാണല്ലോ, നിൻ്റെ കണ്ണിൽ എല്ലാവരും നല്ലവരായിട്ടാണല്ലോ നീ കാണുകയുള്ളൂ. അതൊക്കെ പോട്ടെ, നിന്നോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്. ആരെങ്കിലും എന്തെങ്കിലും ഈ വീട്ടിലുള്ളവർ നിന്നോട് വല്ല ജോലിയും പറഞ്ഞാൽ പെട്ടി കൊണ്ടുവരിക അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഞാൻ പറഞ്ഞത് അനുസരിക്കണം. എല്ലാവരോടും പറയണം, എനിക്ക് പറ്റില്ല എന്ന് തന്നെ പറയണം. നീ ആരുടെയും അടിമയല്ല. അതുകൊണ്ട് തന്നെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ സൂര്യയുടെ ഭാര്യയാണ്, അതും പോരാഞ്ഞിട്ട് കമ്പനിയുടെ CEO ആണ് എന്നുള്ളത് നീ ഓർക്കണം. അതുകൊണ്ട് ഇനി ആരെങ്കിലും എന്തെങ്കിലും പണി പറഞ്ഞാൽ നീ അത് ചെയ്തു എന്ന് അറിഞ്ഞാൽ പിന്നെ എൻ്റെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ. അതുകൊണ്ട് എല്ലാവരോടും പറയണം, എനിക്ക് പറ്റില്ല എന്ന് തന്നെ പറയണം എന്ന് പറഞ്ഞ് നന്ദിനിയെ ഉപദേശിക്കുകയാണ് കേട്ടോ. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.